ഹായ് സോൾസ്, സുഭാഷ് ചാറോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, എനിക്കൊരാൾ ഗിഫ്റ്റ് തന്നതാണ്. എൻ്റെ ഒരു കസ്റ്റമർ തന്നെയാണ്. അപ്പം ഒന്ന് ക്ലെൻസ് ചെയ്യണേ. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ അവർ തിരിച്ച് നിങ്ങളിലേക്ക് വരുമോ എന്ന് നോക്കാം. നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ് എന്നാണ്, ബട്ട് അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരുമോ എന്ന് നോക്കാം. ത്രീ ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത് ആൻഡ് കിങ് ഓഫ് കപ്സ്. പേജ് ഓഫ് സോഡ്സ് വന്നിട്ടുണ്ട്. ദ സണ്ണ് വന്നിട്ടുണ്ട്. പേജ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. ദ വേൾഡ് വന്നിട്ടുണ്ട്. ഹെയറോപ്പൻ്റ് വന്നിട്ടുണ്ട്. ഹെയറോപ്പൻ്റ് ആൻഡ് ബോട്ടം ഓഫ് ഡെക്ക് ദ എംപ്രസ് ആൻഡ് കിങ് ഓഫ് സോഡ്സ്. ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് അവരുടെ സിറ്റുവേഷൻ എന്ന് നോക്കാം. അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരണം എന്നാണ് ഇവിടെ കാണുന്നത്. മാത്രമല്ല അവർ സെലിബ്രേറ്റ് ചെയ്യണം, നിങ്ങളുമായിട്ട് കപ്പ് ഓഫർ ചെയ്യണം എന്നൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, മാത്രമല്ല സെലിബ്രേഷൻ എന്തെങ്കിലും പരിപാടിയിലോ അങ്ങനെ എന്തെങ്കിലും പെട്ടെന്ന് വെച്ച് കാണാനുള്ള സാധ്യത ഉണ്ട്. ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പും കാണുന്നുണ്ട്, മറ്റ് അടുത്തുള്ള റിലേഷൻഷിപ്പും കാണുന്നുണ്ട്. കിങ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. അവർക്ക് നല്ല ഇമോഷൻസ് ഉണ്ട്, നിങ്ങളോട് ഭയങ്കര അറ്റാച്ച്മെൻ്റ് ഉണ്ട്, നിങ്ങളോട് ഭയങ്കര സ്നേഹമുണ്ട്, നിങ്ങളെ കപ്പ് ഓഫർ ചെയ്യണമെന്നുണ്ട്, ഒക്കെ തുറന്ന് പറയണമെന്നുണ്ട്. പക്ഷേ അവർ പഴയ കാര്യങ്ങളിൽ സ്റ്റെക്ക്ഡാണ്. മാത്രമല്ല ഒരു ആക്ഷൻ എടുക്കണം എന്നുള്ളൊരു ചിന്തയിലൂടെ പോവുകയാണ്. പക്ഷേ അവർ പഴയ ഓർമ്മകളിൽ സ്റ്റെക്കാണ്. ഇത് സണ്ണാണ് വന്നിരിക്കുന്നത്. സണ്ണ് എന്ന് പറഞ്ഞാൽ പ്രോസ്പെരിറ്റി ആൻഡ് അബണ്ടൻസ് ആൻഡ് സ്ട്രക്റ്റ. അതായത് അവർ നിങ്ങളെ സണ്ണായിട്ടാണ് കാണുന്നത്. മാത്രമല്ല ഈ ഒരു മറ്റേ റിലേഷൻഷിപ്പ് ഒരു എന്താ പറയുക, ഒരു നല്ലൊരു ഊർജ്ജസ്വലതയോട് കൂടിയിട്ട് മുന്നോട്ട് പോകാനാണ് അവർ ആഗ്രഹിക്കുന്നത്. മാത്രമല്ല അങ്ങനെയാണ് ഇവിടെ കാണുന്നതും. അതേപോലെ തന്നെ പേജ് ഓഫ് കപ്സ് അവർ നിങ്ങളോട് സംസാരിക്കണമെന്നുണ്ട്, ഒരുപാട് മനസ്സ് തുറന്ന് സംസാരിക്കണം എന്നൊക്കെയുണ്ട് അവർക്ക്. അവർക്ക് നിങ്ങളാണ് വേൾഡ്, അവരുടെ ലോകം നിങ്ങളാണ്. മാത്രമല്ല ഹെയറോപ്പൻ്റാണ് വന്നിരിക്കുന്നത്. അവർ പഴയ ഒരാളായിരിക്കാം. പഴയ ആൾ എന്ന് പറഞ്ഞാൽ പഴയ എന്താ പറയുക, ഒരു പൗരാണിക ആ ഒരു മെത്തേഡിലൊക്കെ, അതായത് എന്താ പറയുക, ഒരു പഴയ ട്രഡീഷണൽ ലെവലിലൊക്കെ ജീവിക്കുന്നൊരു വ്യക്തിയായിരിക്കാം. ഓക്കെ, മാത്രമല്ല എല്ലാത്തിലും വിശ്വാസവും ഭയങ്കര അമിതമായ ചിന്തകളും അമിതമായ വിശ്വാസങ്ങളൊക്കെ ഉള്ള ഒരു വ്യക്തിയായിരിക്കാം. ഓക്കെ, മാത്രമല്ല ഇത് എംപ്രസ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങളൊരു മദർ വീട്ടായിട്ട് തന്നെ കാണുന്നത്. മദർ വീട്ട് എന്ന് പറഞ്ഞാൽ മദർ സ്നേഹം, മറ്റെന്താ പറയുക, സമൃദ്ധി, അങ്ങനെയൊക്കെ ആയിട്ട് തന്നെയാണ് അവർ കാണുന്നത്. കിങ് ഓഫ് സോഡ്സ് എന്ന് പറഞ്ഞാൽ അവർക്ക് നിങ്ങളിൽ ആക്ഷൻ എടുക്കണം, നിങ്ങളിലേക്ക് മുന്നോട്ട് വരണം. ചാരിറ്റി വന്നിരിക്കുന്നത്. എനിക്ക് കണ്ടോ, റൊമാൻസ് ഉണ്ട്, ഒക്കെ ഉണ്ട്. ചാരിറ്റി വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ കിങ് ഓഫ് സോഡ്സ് ആൻഡ് എംപ്രസ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങളൊരു അമിതമായിട്ടുള്ള സ്നേഹമാണ് ഇവിടെ കാണിക്കുന്നത്. മാത്രമല്ല അവർക്ക് നിങ്ങളിൽ വിശ്വാസവുമാണ്, ട്രസ്റ്റാണ്, ഭയങ്കര ട്രസ്റ്റും വിശ്വാസവും. അതാണ് ആദ്യം വേണ്ടത്. ബഹുമാനമാണ്, റെസ്പെക്റ്റ് ആൻഡ് ഈ ഫ്യൂച്ചർ എന്താവും എന്നുള്ളൊരു കൺഫ്യൂസ്ഡും കാര്യങ്ങളൊക്കെ അവർക്കുണ്ട്. പക്ഷേ ഫ്യൂച്ചറിൽ നല്ല ഒരു രീതിയിൽ തന്നെയാണ് വരുന്നത്. ഓക്കെ, നമുക്ക് ഗൈഡൻസ് നോക്കാം. യൂണിവേഴ്സ് നിങ്ങൾക്ക് എന്ത് ഗൈഡൻസാണ് തരുന്നത്?
പ്ലീസ് ടെമ്പറൻസ് കാർഡാണ് വന്നിരിക്കുന്നത്. ദ ഹോപ്പും വന്നിട്ടുണ്ട്. ടെമ്പറൻസ് കാർഡിനെ ഞാൻ മറക്കുകയാണ്. ആ കാർഡ് ഒരു സുഖമില്ല, അതാണ്. 9 ഓഫ് വാൻസാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അതായത് നിങ്ങൾ വല്ലാതെ ഇതാക്കുന്നുണ്ടായിരിക്കില്ല. മാത്രമല്ല ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് സറണ്ടർ ചെയ്യാനാണ് പറയുന്നത്. നിങ്ങൾ വെറുതെ വിഷമിച്ചിട്ട് കാര്യമല്ല. നിങ്ങൾ എന്താ പറയുക, ആവലാതിപ്പെട്ടിട്ട് കാര്യമല്ല എന്നാണ് പറയുന്നത്. മാത്രമല്ല നിങ്ങളൊരു സ്റ്റാറാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയില്ല. ടെമ്പറൻസ് വന്നിട്ട് ബാലൻസിങ് വരുന്നുണ്ട് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ എന്താണോ കാര്യം അമിതമായി ചിന്തിക്കുന്നത്, ആ ഒരു കാര്യം നിങ്ങളിൽ അട്രാക്റ്റായിട്ട് വരും എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താ ചെയ്യുക, പോസിറ്റീവായിട്ട് ചിന്തിക്കുക എന്നാണ് പറയുന്നത്. ഓക്കെ, മാത്രമല്ല നൈറ്റ് ഓഫ് സോൾസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്യുക, അതായത് ദൈവത്തിൽ എന്താ പറയുക സറണ്ടർ ചെയ്യുക. ഓക്കെ, ടെമ്പറൻസ് വന്നിട്ടുണ്ട്, അടിയിലുണ്ട്. കാർഡൊരു സുഖമില്ല, അതാണ്. ഓക്കെ, അപ്പോൾ ടെമ്പറൻസ് പറയുന്നത് മിതത്വമാണ്, നിങ്ങൾ ബാലൻസിങ് ആയിട്ട് മുന്നോട്ട് പോകുക എന്നാണ് പറയുന്നത്. പിന്നെ ചിലർക്ക് ഡൗട്ട് എനർജി ഉണ്ടാവും, ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണോ എന്നുള്ളത്. അപ്പോൾ അത് വേണ്ട എന്നാണ് പറയുന്നത്. റെസനേറ്റ് ആയവരെടുക്കുക കേട്ടോ, അല്ലാത്തവർ വിട്ടുകളയുക. ഓക്കെ, ഇതാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ മുന്നോട്ട് തന്നെ പോവുക, നിങ്ങൾക്കുള്ള ആ ഒരു മറുപടി നിങ്ങൾക്ക് തന്നെ കിട്ടും. ഓക്കെ, അപ്പോൾ അതാണ്. ഒരു രാധാകൃഷ്ണ എന്ന് പറഞ്ഞൊരു ആൾ എനിക്ക് പൈസ അയച്ചു തരും. ആ ആൾ ഇന്നലെ എനിക്ക് ലൈവിൽ വന്നിട്ടില്ല. അപ്പോൾ ഇന്ന് ലൈവിൽ വരാനുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി ഒന്ന് വരണം കേട്ടോ, നിങ്ങളുടെ കാര്യങ്ങൾ തുറന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്ങും ഗൈഡൻസും. ഓക്കെ, അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു സോ മച്ച്. ബൈ. ഗോഡ് ബ്ലെസ് യു ആൾ. നല്ല ദിവസം ആശംസിക്കുന്നു. ഓക്കെ, ബൈ.